അമ്മ എന്നിട്ട് ചെയ്യണേ? ഇത് അച്ചാറിടാം, അത് ഉപ്പിടാം, അത് കാണിക്കാം. ഇത് അച്ചാറിടാനുള്ളത്, ഇത് ഉപ്പിലിടാനുള്ളത്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഈ ലോബിക്ക ഉപ്പിടാൻ വേണ്ടി ആദ്യം ഒരു കുഞ്ഞി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഉപ്പിട്ട് തിളപ്പിച്ച് അത് തിളച്ച് കഴിയുമ്പോൾ അത് വാങ്ങി വെച്ച് ചൂടാറാൻ. എന്നിട്ട് അച്ചാറിടാൻ വേണ്ടി നമ്മളൊരു ചീനച്ചട്ടി വെച്ചു. നല്ലെണ്ണയായിരുന്നു ഒഴിക്കേണ്ടത്. നല്ലെണ്ണ നമ്മുടെ കയ്യിൽ അപ്പം ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ സാധാ എണ്ണയാണ് ഒഴിച്ചത്. അതിന് ശേഷം കുറച്ച് കടുകിട്ടു. കടുക് പൊട്ടി കഴിയുമ്പോൾ ഉലുവ ഇട്ട് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ഇട്ട് നല്ലോണം മുരിഞ്ഞ് കഴിയുമ്പോൾ കായപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഒരു തുള്ളി വെള്ളം ഞാൻ ഒഴിച്ചിട്ടാ. എനിക്ക് ലൂബിക്ക ഞാൻ ആദ്യമായിട്ട് അച്ചാറിടുക, എങ്ങനെയാണെന്ന് എനിക്കൊരു അർത്ഥം ഉണ്ടായില്ല. എന്നിട്ട് ആ ലൂബിക്ക അതിനകത്തിട്ട് ഒന്ന് വാട്ടി അതിന് ശേഷം വിനാഗിരി അതിനകത്തേക്ക് ഒഴിച്ചു. നിങ്ങൾ എങ്ങനെയാണോ അച്ചാറിടുന്നതെന്നൊന്ന് പറയണം കേട്ടോ. ഉപ്പ് ഇട്ടു. അതോടുകൂടി ലൂബിക്ക അച്ചാർ റെഡി. ലൂബിക്ക അച്ചാർ പെട്ടെന്ന് റെഡി ആയിട്ടോ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു. എന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടോ. ടേസ്റ്റ് വ്യത്യാസമൊന്നും കുഴപ്പമുണ്ടായില്ല. അടുത്ത് ഉപ്പിലിടാൻ വേണ്ടി നമ്മൾ പാത്രം വെച്ച് പാത്രത്തിനകത്തേക്ക് ഒരു പച്ചമുളക് കീറിയിട്ടു, ലൂബിക്ക കുറച്ചിട്ടു. അതിന് ശേഷം ഉപ്പും വെള്ളം കുറച്ച് ഒഴിച്ചു. പിന്നെ ലൂബിക്ക ഇട്ടു, പച്ചമുളക് അരിഞ്ഞിട്ടു, കുറച്ച് വിനാഗിരി ഒഴിച്ചു. പിന്നെ ലൂബിക്ക ഇട്ടു, പച്ചമുളക് അരിഞ്ഞിട്ടു, ഉപ്പും വെള്ളം ബാക്കിയും കൂടെ ഒഴിച്ചു അടയ്ക്കുകയാണ്. അതോടുകൂടി ലൂബിക്ക ഉപ്പിലിട്ടതും കഴിഞ്ഞു. കുഞ്ഞുസാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. ബൈ ബൈ.